നമസ്കാരം. ലോക പോലീസ് കളിക്കുന്ന തന്റെ ചൂണ്ടുവിരലിന്റെ ആജ്ഞയ്ക്കു മുന്നിൽ മുഴുവൻ ലോക നേതാക്കളെയും വിറപ്പിച്ചു നിർത്താൻ സാധിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് അടിതെറ്റി, അതും ഇറാന്റെ മുന്നിൽ. പശ്ചിമേഷ്യയിൽ ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ സംഘർഷ സാധ്യതയിലേക്ക് എത്തി നിൽക്കവേ ചർച്ചയിൽ ധാരണയിലെത്താൻ ആകുമോ എന്നതിൽ സംശയം പ്രകടിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നു കഴിഞ്ഞു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും മേഖലയിലെ അനുകൂല സംഘങ്ങൾക്കുള്ള ആയുധവും സാങ്കേതിക വിദ്യ നൽകുന്നതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച ചെയ്തുവെന്ന് നെതന്യാഹു അറിയിച്ചു. വിഷയത്തിൽ ട്രംപ് തന്നോട് അഭിപ്രായം ചോദിച്ചെന്നും താൻ നിലപാട് അറിയിച്ചുവെന്നും നെതന്യാഹു വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിൽ വൈറ്റ് ഹൌസിൽ 3 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏകദേശം 3 മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഇറാനുമായുള്ള ആണവ ചർച്ചകളും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളുമാണ് പ്രധാനമായും വിഷയമായത്. ഇറാനുമായി ഒരു നയതന്ത്ര കരാറിൽ എത്താനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചു. ഇറാനുമായി നിലവിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ തുടരണമെന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. ഇറാൻ അമേരിക്ക ചർച്ചയിൽ ഇറാനുമായി ധാരണയിലെത്താനാകുമോ എന്നതിൽ നെതന്യാഹു സംശയം പ്രകടിപ്പിച്ചു. ട്രംപ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ ഇറാനുമായി ധാരണയ്ക്ക് സഹായിക്കാൻ സാധ്യതയുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ ഒരിക്കലും സന്നദ്ധമാകില്ല എന്ന അഭിപ്രായം രാഷ്ട്രീയ വിശകലനത്തിൽ ശ്രദ്ധേയമാണ്. പല രീതിയിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചകൾക്കും ശേഷം പോലും ട്രംപ് ഇറാനെ നേരിട്ട് ആക്രമിക്കുന്ന കാര്യത്തിൽ അടിയന്തരമായി നിലപാട് സ്വീകരിക്കുന്നില്ല. ഇതിന് പിന്നിലെ പ്രധാന കാരണം ട്രംപിനുള്ള ഇറാന്റെ പ്രതികരണ ശക്തിയോടുള്ള ഭയം തന്നെയാണ്. 2018 ഇറാനുമായി ചേർന്നത് പരിസ്ഥിതി കരാറും ആണവ നിയന്ത്രണ കരാറും ലംഘിച്ച ശേഷം അമേരിക്ക ഇറാൻ ബന്ധങ്ങൾ അതീവ സമ്മർദ്ദത്തിലായപ്പോൾ ലോക മാധ്യമങ്ങളും വിദേശ വിദഗ്ധരും പ്രതീക്ഷിച്ചു ട്രംപ് ഇറാനിൽ നേരിട്ട് ആക്രമിക്കുമെന്ന്. എന്നാൽ അത് ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. അടുത്തിടെ നെതന്യാഹുവുമായി നടന്ന കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ ഈ തത്വം കൂടുതൽ വ്യക്തമായി. നെതന്യാഹു പലപ്പോഴും ഇറാന്റെ ആണവ പദ്ധതികളെ നിരോധിക്കാൻ ശക്തമായ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ട്രംപ് നേരിട്ടുള്ള സൈനിക നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് അമേരിക്കയുടെ ഭൂമിയിലും സൈനിക ശക്തിയിലുമുണ്ടായ പ്രതിരോധ സാധ്യതകൾ വിശദമായി വിലയിരുത്തി. ഇറാന്റെ പരിധിയില്ലാത്ത പ്രതികരണ ശക്തി, അമേരിക്കൻ സൈനിക മേധാവിമാരുടെ മുന്നറിയിപ്പുകൾ, എണ്ണ വൈദ്യുത ശൃംഖലകളുടെ സംരക്ഷണ സാധ്യതകൾ, ഈ ഘടകങ്ങളെല്ലാം ട്രംപിന്റെ തീരുമാനം നേരിട്ട് ആക്രമണത്തിലേക്ക് മാറുന്നത് തടഞ്ഞു. അമേരിക്കയുടെ നിലവിലെ സൈനിക ശക്തിയെ അവലോകനം ചെയ്താലും ട്രംപ് തീരുമാനമെടുക്കാൻ തയ്യാറായില്ല. ഇറാൻ തന്റെ മിസൈൽ കഴിവുകളും ഭീകരവാദ സംഘങ്ങളെ പിന്തുണയ്ക്കുന്ന നയങ്ങളും കൊണ്ട് എതിരെ നിന്നാൽ ശക്തമായ തിരിച്ചടിക്ക് കാരണമായേക്കുമെന്ന വ്യക്തമായ ബോധ്യം ട്രംപിനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ നിലവിൽ അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായ മറുപടി തരും എന്ന് വരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സൈനിക പ്രതിസന്ധി ഒരു വലിയ യുദ്ധത്തിലേക്ക് ഉയരുകയാണെങ്കിൽ ട്രംപ് അത് കൈകാര്യം ചെയ്യാൻ അശക്തനാണ് എന്നതാണ് വാസ്തവം. ട്രംപിന്റെ ധൈര്യമുള്ള ഭീഷണികൾ പലപ്പോഴും ഒരു നയതന്ത്രത്തിന്റെ ഭാഗമായി ഉപയോഗിക്കപ്പെടാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവയൊന്നും ശക്തമായ സൈനിക തീരുമാനങ്ങളിലേക്ക് പരിണമിച്ചിട്ടില്ല. 2025 ന്യൂട്രൽ വിമർശകരും വിദഗ്ധരും വ്യക്തമാക്കിയത് ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നത് വലിയ വിപ്ലവത്തിന് കാരണമാവുമെന്നാണ്. അത് ഉഭയകക്ഷിയായ യുദ്ധവും എണ്ണ വ്യാപാര മേഖലയിലെ തിരിച്ചടികൾക്കും വിപണി തകർച്ചയിലേക്കും വഴിയൊരുക്കുമെന്നതാണ്. യുദ്ധം വരുത്തിയ വലിയ മനുഷ്യനഷ്ടം, വിപണി തകർച്ച, എണ്ണവില വർധനവ് എന്നിവ ഉണ്ടായാൽ അത് ട്രംപിന്റെ സ്വന്തം രാഷ്ട്രീയ സ്ഥാനത്തെയും ഭരണത്തിനുള്ള പിന്തുണയെയും തകർത്ത് തരിപ്പണമാക്കുമെന്ന ഉറച്ച ബോധ്യം ട്രംപിനുണ്ട്. ഈ ഭയം മാത്രമാണ് ട്രംപിനെ യുദ്ധ ഭീഷണികളെ വിവാദ പൊളിറ്റിക്കൽ ഉപകരണങ്ങളായി മാത്രം ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതിനാൽ ഇതുവരെ ട്രംപിന്റെ ഇറാനോടുള്ള ഭീഷണിയുടെ ഭാഷയുടെ സമീപനം യുദ്ധ ഭീകരതയെ വാക്കുകളിൽ ഒതുക്കുന്ന ഒരു കളിയായി മാത്രമാണ് വിലയിരുത്തേണ്ടത്. യഥാർത്ഥ സൈനിക തന്ത്രങ്ങളിലേക്കോ പ്രയോഗത്തിലേക്കോ അല്ല എന്നതാണ് യാഥാർത്ഥ്യം.